ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറെ ബഹുമാനിക്കുന്ന ഈ പരിമല സെമിനാരിയുടെ മാനേജറായി പ്രവർത്തിക്കുന്ന കെ.വി. പോൾ റംബാച്ചൻ, വന്ധ്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിലെ ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഓരോ വചന ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ടും നാം നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തി ആ വചന ശുശ്രൂഷ ശ്രവിക്കുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കപ്പെടേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പിതാക്കന്മാർ അതിനോട് ചേർത്ത് വെച്ച് ധ്യാനിക്കുന്ന ഉപമ എന്ന് പറയുന്നത് നല്ല നിലത്ത് വീണ വിത്തിൻ്റെ ഉപമയാണ്. ഈ നല്ല നിലത്ത് വീണ വിത്തിന് മാത്രമേ ഫലം കായ്ക്കുവാനും അതിൽ നിന്ന് ഫലം ഉൽപ്പാദിപ്പിച്ച് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുവാനായിട്ട് മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ നമ്മുടെ മനസ്സിനെ നല്ല നിലം എന്ന വണ്ണം ഒരുക്കി ഈ വചന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തേണ്ടത് പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. എങ്കിൽ മാത്രമേ നാം ശ്രവിക്കുന്ന വചനമൊക്കെ നമ്മുടെ മനസ്സിനും നമ്മുടെ ജീവിതത്തിനും ഏതെങ്കിലും തരത്തിൽ പ്രയോജനകരമായി തീരുകയുള്ളൂ എന്നുള്ള കാര്യം ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. ആ ഒരു മുൻവിധിയോടുകൂടി മാത്രമായിരിക്കണം ഏത് വചന ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോഴും ഏത് ആത്മീയ ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോഴും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ജീവിതത്തെയും നല്ല നിലം എന്നവണ്ണം രൂപാന്തരപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഓരോ വചനവും വായിക്കാവുള്ളൂ. വചനം ശ്രദ്ധിച്ച് കേൾക്കുവാനായിട്ട് ഇടയായി തീരുവാൻ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ തക്കവണ്ണമുള്ള വചനമായി രൂപാന്തരപ്പെടണമെന്നുണ്ടെങ്കിൽ നാം നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നുള്ള കാര്യം ആമുഖത്തിൽ ഓർപ്പിക്കട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിലുടനീളം നാം വായിക്കുകയും പല വചന ശുശ്രൂഷയിലൂടെ കേട്ട് പരിചയിച്ചതായ പലതരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പല ആവർത്തിയായിട്ട് കേട്ടുകൊണ്ടുവരുന്ന ഉപമകളും അത്ഭുതങ്ങളുമൊക്കെ നിറഞ്ഞ 4 സുവിശേഷങ്ങൾ നമുക്കേറെ പ്രിയപ്പെട്ടതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പുതിയ നിയമത്തിൽ 4 സുവിശേഷങ്ങളും വായിക്കാൻ നമുക്ക് വളരെയധികം ഇഷ്ടമാണ്. അതിൽ ഉപമകളുണ്ട്, ദൈവം തമ്പുരാൻ്റെ അത്ഭുത പ്രവർത്തികളുണ്ട്, അവൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഉടനീളം നിൽക്കുന്ന കാര്യങ്ങളൊക്കെ വിവരിക്കുന്നത് ഈ 4 സുവിശേഷങ്ങളാണ്. ഈ 4 സുവിശേഷങ്ങളെല്ലാം നമുക്ക് വളരെയേറെ പ്രിയപ്പെട്ടതാണ്. ഈ 4 സുവിശേഷങ്ങളിൽ പ്രഥമമായിട്ട് എഴുതപ്പെട്ട സുവിശേഷം എന്ന് പറയുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, AD 65-നും 70-നും ഇടയിലായിട്ടാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം എഴുതപ്പെട്ടത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ സുവിശേഷത്തിൽ പ്രഥമമായിട്ട് എഴുതപ്പെട്ട ആ സുവിശേഷത്തിൽ നിന്ന് ഒരു വേദഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷ ആരംഭിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ആമുഖത്തിൽ ഓർമ്മിപ്പിച്ചല്ലോ, 4 സുവിശേഷങ്ങളിലും അത്ഭുതങ്ങളുണ്ട്, ഉപമകളുണ്ട്, ദൈവം തമ്പുരാൻ്റെ പരസ്യ ശുശ്രൂഷകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒട്ടനവധി വേദഭാഗങ്ങൾ ഈ 4 സുവിശേഷങ്ങളുമുണ്ട്. അത്ഭുത പ്രവർത്തികളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് കുരുടന് കാഴ്ച നൽകിയതും ബധിരനായ മനുഷ്യന് കേൾവിശക്തി നൽകിയതും അങ്ങനെ പലതരം അത്ഭുതങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. എന്നാൽ സുവിശേഷങ്ങളിൽ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു അത്ഭുത പ്രവൃത്തിയെക്കുറിച്ചാണ് നാം ഇന്ന് അല്പനേരം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു മനോഹരമായ ഒരു അത്ഭുത പ്രവൃത്തിയാണ് ഇത്. ഇവിടെ ഒരു കുരുടന് കാഴ്ച നൽകുന്ന ഒരു അത്ഭുത പ്രവൃത്തിയാണ് വിശുദ്ധ മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, 4 സുവിശേഷങ്ങളിലും ഒട്ടനവധി ആളുകൾക്ക് കാഴ്ച ലഭിക്കുന്ന അത്ഭുത പ്രവൃത്തികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെയാണ് ഈ അധ്യായത്തിലെ ഈ അത്ഭുത പ്രവൃത്തി മാറുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ യേശു തമ്പുരാൻ ആ കുരുടന് കാഴ്ച നൽകുന്നത് 2 തലങ്ങളിലായിട്ടാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, യേശു തമ്പുരാൻ്റെ അത്ഭുത പ്രവർത്തികളൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം, അവൻ തൊട്ട് സൗഖ്യമാക്കുന്നുണ്ട്. അവൻ്റെ വായിൽ നിന്ന് വീഴുന്ന വചനങ്ങൾ കൊണ്ട് പെട്ടെന്ന് സൗഖ്യമാകുന്ന അത്ഭുത പ്രവർത്തികളൊക്കെ ഈ സുവിശേഷങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, 2 തലങ്ങളിലായിട്ടാണ് ഇവിടെ യേശു തമ്പുരാൻ ഈ കുരുടന് കാഴ്ച നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള അത്ഭുത പ്രവർത്തികളിൽ നിന്നും കുറച്ചെങ്കിലും വ്യത്യാസമുള്ള രീതിയിൽ
യേശു തമ്പുരാൻ അത്ഭുത പ്രവൃത്തി നടത്തുന്നത് ഈ ഭാഗത്താണ്. എന്തുകൊണ്ടായിരിക്കാം യേശു തമ്പുരാൻ ഇങ്ങനെ ഒരു രീതിയിൽ അത്ഭുത പ്രവൃത്തി നടത്തിയെന്ന് ചോദിച്ചാൽ, 8-ാം അധ്യായം മുഴുവനും പരിശോധിച്ചെങ്കിൽ മാത്രമേ ഈ അത്ഭുത പ്രവൃത്തിക്ക് വളരെയേറെ പ്രസക്തി ലഭിക്കുകയുള്ളൂ. ഒരു സുവിശേഷം വായിക്കുന്നതിന് മുമ്പും ഏത് പുസ്തകം വായിക്കുന്നതിന് മുമ്പും ആ എഴുത്തുകാരനെക്കുറിച്ചും ആ എഴുത്തുകാരൻ എഴുതിയ പശ്ചാത്തലത്തെക്കുറിച്ചും പഠിക്കേണ്ടത് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ നമ്മൾ വായിക്കുമ്പോൾ ആ അധ്യായം എങ്ങനെ ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് വായിക്കുന്നവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്നുള്ള കാര്യമൊക്കെ ചിന്തിക്കേണ്ടത് ആ അധ്യായം മുഴുവനും വായിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ഈ 8-ാം അധ്യായത്തിൽ 2 പ്രധാനപ്പെട്ട അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഒന്ന്, 4000 പേർക്ക് അപ്പം നൽകുന്ന ആ വലിയ അത്ഭുത പ്രവൃത്തി വിവരിക്കുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിനാണ്. അതിനുശേഷം അടയാളം ആവശ്യപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ കാര്യവും വിവരിക്കുന്നത് ഈ 8-ാം അധ്യായത്തിനാണ്. പിന്നീട് യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, പരീശന്മാരുടെ പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നത് ഈ അധ്യായത്തിലാണ്. അതിനുശേഷമാണ് ഇവിടെ പ്രധാനമായിട്ട് ആ കുരുടന് കാഴ്ച നൽകുന്ന അത്ഭുത പ്രവൃത്തി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, പത്രോസ് തൻ്റെ സാക്ഷ്യം വിവരിക്കുന്ന, അവൻ കർത്താവായ യേശു മശിഹ എന്നുള്ള യഥാർത്ഥ സാക്ഷ്യം വിവരിക്കുന്ന ആ കാര്യം വിവരിക്കുന്നത് ഈ അത്ഭുത പ്രവൃത്തിക്ക് തൊട്ട് താഴെയാണ്. അതിനുശേഷം ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചൊക്കെ മുൻകൂട്ടി പ്രവചിക്കുന്ന കാര്യങ്ങളാണ് ഈ 8-ാം അധ്യായത്തിൻ്റെ അവസാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അത്ഭുത പ്രവൃത്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് പരീശന്മാരുടെയും തൻ്റെ ശിഷ്യന്മാരുടെയും ഉൾക്കണ്ണുകളെ തുറക്കാൻ വേണ്ടിയിട്ട് ക്രിസ്തു തമ്പുരാൻ ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയാണെന്നാണ് ഇവിടെ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും, ഏകദേശം 16 അധ്യായം മാത്രമുള്ള ഒരു സുവിശേഷമാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം. 4 സുവിശേഷങ്ങൾ വെച്ച് ഏറ്റവും ചെറിയ സുവിശേഷം എന്ന് പറയുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷമാണ്. നമുക്കറിയാം, ഏതെങ്കിലും കാര്യം വളരെ ലഘൂകരിച്ച് പറയുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. ലഘൂകരിച്ച് ഒരാളോട് സംവേദിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസം നിറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഇവിടെ പ്രത്യേകമായിട്ട് നമ്മുടെ മനസ്സിലാക്കുന്നത്, യേശു തമ്പുരാൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒന്നും വിട്ടുപോകാതെ പ്രധാനമായ എല്ലാ കാര്യങ്ങളും സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുള്ള സുവിശേഷമാണ് മർക്കോസിന്റെ സുവിശേഷം. മർക്കോസിന്റെ ജീവിതം കൂടി ആ തരത്തിൽ പരിശോധിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അപ്പോസ്തല പ്രവർത്തികളിലും പത്രോസിന്റെ ലേഖനങ്ങളിലും എല്ലാം വിശുദ്ധ മർക്കോസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പൗലോസിന്റെ സുവിശേഷ പ്രഘോഷണത്തിൽ സന്തത സഹചാരിയായിരുന്ന മർക്കോസും പത്രോസിൻ പ്രതിപാദിക്കുന്ന മർക്കോസും ഈ സുവിശേഷകൻ തന്നെയാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ആ പ്രചോദനത്തിൽ നിന്ന് ഉൾക്കൊണ്ടായിരിക്കണം സുവിശേഷം എഴുതുവാനായിട്ട് വിശുദ്ധ മർക്കോസിനെ പ്രേരിപ്പിച്ചത്. പത്രോസിൻ്റെയും പൗലൂസിൻ്റെയും കൂടെയുള്ള ജീവിതം, അവരിൽ നിന്ന് പകർന്നു കിട്ടിയ ദൈവത്തിൻ്റെ അനുഭവങ്ങൾ, ക്രിസ്തുവിൻ്റെ ജീവിത അനുഭവങ്ങളൊക്കെ ആയിരിക്കാം ഈ സുവിശേഷം എഴുതുവാനായിട്ട് വിശുദ്ധ മർക്കോസിനെ രൂപാന്തരപ്പെടുത്തിയത്. അത്തരത്തിലൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ വളരെയേറെ ജീവിതവുമായിട്ട് നമ്മുടെ ജീവിത പരിസരങ്ങളുമായിട്ട് ചേർത്ത് വെക്കാൻ തക്കവണ്ണമുള്ള 3 തലങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു ഉപമ പറയുന്ന രീതിയിൽ, ഒരു കഥ കേൾക്കുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് ഈ അധ്യായത്തിൽ ഈ കുരുടന് കാഴ്ച നൽകുന്ന കാര്യം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 22-ാം അധ്യായം ഇങ്ങനെയാണ് 22-ാം വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അവർ ബെത്സയിദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ തൊടണമെന്ന് അപേക്ഷിച്ചു. അവൻ കുരുടൻ്റെ കൈക്ക് പിടിച്ച് അവനെ ഗ്രാമത്തിന് പുറത്തു കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവച്ച്, നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെയാണ് കാണുന്നതെന്ന് പറഞ്ഞു. പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചപ്പോൾ അവൻ സൗഖ്യം പ്രാപിച്ച് മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു. നീ ഗ്രാമത്തിൽ കടക്കുപോലും അരുത് എന്ന് അവൻ പറഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു. ഇങ്ങനെയാണ് 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തുന്നത്. അവൻ ബെത്സയിദ എന്ന നാട്ടിലെത്തിയപ്പോൾ ഒരു കുരുടനെ കുറച്ചാളുകൾ അവൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ഈ കുരുടനെ ഒന്ന് തൊടണമേ എന്ന് അപേക്ഷിച്ചു. ബെത്സയിദ എന്ന ആ നാടും ബെത്സയിദ എന്ന നാടിൻ്റെ പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. എന്തുകൊണ്ടാണ് ബെത്സയിദ എന്ന നാട്ടിൽ ഒരു കുരുടനെ, അവൻ്റെ സുഹൃത്തുക്കളായിരിക്കാം, അവൻ്റെ ബന്ധുക്കളായിരിക്കാം, ആരുമായിക്കോട്ടെ,
അവൻ്റെ യേശു തമ്പുരാൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവനെ തൊട്ട് ഇവനെ സൗഖ്യം നൽകണമെന്ന് യേശു തമ്പുരാനോട് അപേക്ഷിക്കുകയാണ്. പക്ഷേ അവിടെ ക്രിസ്തു ചെയ്യുന്നത് ഇങ്ങനെയാണ്. അവൻ കുരുടൻ്റെ കൈക്ക് പിടിച്ച് അവനെ ഗ്രാമത്തിന് പുറത്ത് കൊണ്ടുപോയി. അവൻ കുരുടൻ്റെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയി. ഇവിടെ എന്തുകൊണ്ടാണ് ക്രിസ്തു ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ലഭിക്കുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായം 21-ാം വാക്യത്തിലാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, കോരഹിനെ നിനക്ക് ഹാ കഷ്ടം, ബെത്സയിദ ഹാ കഷ്ടം, നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീരിലും മാനസാന്തരപ്പെടുമായിരുന്നു. ബെത്സയിദ നമുക്കറിയാം, സുവിശേഷങ്ങൾ എല്ലായിടത്തും ഒരേപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു നാടാണ്. അവിടെ പലവിധ അത്ഭുത പ്രവർത്തികൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ സുവിശേഷം വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ അത്ഭുതങ്ങളെല്ലാം കണ്ടിട്ടും ഇവൻ യഥാർത്ഥ മശീഹയാകുന്നുള്ള രീതിയിലുള്ള അത്ഭുത പ്രവർത്തികളൊക്കെ നടത്തിയിട്ടും ഈ മനുഷ്യരുടെ മനസ്സിലേക്ക് ഇവൻ സാക്ഷാൽ ദൈവമാണെന്നുള്ള ഒരു ചിന്ത ഒരിക്കലും കടന്നു വന്നിട്ടില്ല. ആദ്യമായി ചിന്തിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മൾ ലോകത്തിന് അനുരൂപരാകാതെ ഈ ലോകത്ത് നിന്ന് വേറിട്ട് മാറി നിന്നെങ്കിൽ മാത്രമേ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിന് അനുരൂപരാകാതെ ആ ലോകത്തിൽ നിന്ന് മാറി നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു മനോഹരമായ ഒരു ഫലിത ബിന്ദുണ്ട്. അത് ഈ മാഗസിനുകളിലൊക്കെ വരുമ്പോൾ നിങ്ങൾ വായിക്കാറുള്ള കാര്യങ്ങളൊക്കെ, മനോരമ, മാതൃഭൂമിയൊക്കെ ഉള്ള മാഗസിനുകളൊക്കെ വായിക്കും എന്നൊക്കെ മനസ്സിലാകും. ഈ ഫലിത ബിന്ദു എന്ന് പറയുന്ന ഒരു പ്രത്യേകതരമായിട്ടൊരു കോളം അവിടെ ഇങ്ങനെ നമുക്ക് ആൾക്കാർക്ക് വായിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെയാണ്, കഴിഞ്ഞ ആഴ്ച വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വളരെയേറെ തട്ടിയ മനോഹരമായൊരു ഫലിതം ഇങ്ങനെയാണ്. ഒരമ്മയുടെ അടുത്ത് ഒരു മകൾ വന്ന് ചോദിക്കുന്നുണ്ട്, ഈ അഡ്മിഷൻ്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് മകൾ അമ്മയോട് വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മേ എൻ്റെ പെർമനൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഈ ആപ്ലിക്കേഷൻ ഫോമിൽ പൂരിപ്പിക്കണമെന്ന് മകൾ അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്കെല്ലാം അറിയാവുന്നത് കൊണ്ട് മകൾ അമ്മയോട് ചോദിച്ചു, എൻ്റെ പെർമനൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ അമ്മയോട് ആവശ്യപ്പെട്ടു ഈ മകൾ. അപ്പോൾ അമ്മ നൽകുന്ന മനോഹരമായ മറുപടി ഇപ്രകാരമാണ്, നിൻ്റെ പെർമനൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്ന് പറഞ്ഞാൽ ഇടത്തെ കയ്യിൽ മൊബൈൽ ഫോൺ. അതായത് സർവ്വസമയവും എന്ത് കാണും കയ്യിൽ? മൊബൈൽ ഫോൺ കയ്യിൽ കാണും. ഇതാണ് നിൻ്റെ പെർമനൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്. ഇത് ഒരു ഫലിതം പോലെ നമുക്ക് വായിച്ചു പോകാമെങ്കിലും എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഏറെ സ്പഷ്ടമായി തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ലോകത്തിന് അനുരൂപരായി മാത്രമാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ക്രിസ്തു തമ്പുരാൻ ആ കൂട്ടത്തിൽ നിന്ന് അവനെ മാറ്റി, ആ ബെത്സയിദ എന്ന നാട്ടിൽ നിന്ന് മാറ്റി, ആ കൂടെ നിന്ന ആളുകളുടെ ഇടയിൽ നിന്ന് അവനെ മാറ്റി ദൈവവും അവനുമായിട്ടുള്ള ഒരു പ്രത്യേകമായ അവസരത്തിലേക്ക് അവനെ മാറ്റിക്കൊണ്ടു പോകുന്നത് അതുകൊണ്ടാണ്. നമുക്കെപ്പോഴെങ്കിലും ഞാനും ദൈവവും മാത്രമാകുന്ന ഒരു നിമിഷത്തിലേക്ക് കടക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാനും ദൈവവും മാത്രമായി ഈ ലോകത്തിലെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ, ലോകത്തിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നും ചിന്തിക്കാതെ ഞാനും ദൈവവുമായിട്ട് നമുക്ക് സംവേദിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ലോകത്തിൽ നിന്ന് മാറി നിന്നെങ്കിൽ മാത്രമേ ആ തരത്തിൽ നമുക്ക് ദൈവവുമായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവവുമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിന് അനുരൂപരാകാതെ മാറി ജീവിക്കണമെന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ നടക്കുന്ന പ്രലോഭനങ്ങളൊക്കെ വീഴുമ്പോഴും നാം മറന്നുകൊണ്ട് പോകുന്നത് ആരെയാണ്? ദൈവത്തെയാണ് മറന്നു പോകുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇവിടെ ആ കുരുടനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന കുറച്ച് ആളുകളുണ്ട്. ഈ കുരുടൻ ആദ്യം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ സാധാരണക്കാരായ മനുഷ്യരിലാണ്. പക്ഷേ ആ മനുഷ്യരിൽ നിന്ന് കൈവിട്ട് ദൈവം തമ്പുരാൻ അവനെ തൊട്ട് ആ ഗ്രാമത്തിന് പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ അവൻ ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അവൻ ദൈവത്തിൽ ആശ്രയിച്ചു എന്നുള്ളതാണ്. മനുഷ്യനിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ അവൻ്റെ സൗഖ്യത്തിൻ്റെ ആദ്യ പടി അവിടെ സംഭവിച്ചു എന്ന് വേണം അവിടെ പ്രതിപാദിക്കാനായിട്ട് സാധിക്കും. അവൻ മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ സൗഖ്യത്തിൻ്റെ ആദ്യ പടി അവിടെ സംഭവിച്ചു എന്ന് വേണം വ്യക്തമായിട്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തിൻ്റെ നടുവിൽ നിന്ന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ പ്രയാസങ്ങളിലും അതിൻ്റെ പ്രലോഭനങ്ങളിൽ നിൽക്കുമ്പോഴെല്ലാം നമുക്ക് ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. അതിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ട് നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് സാധിക്കൂ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ എപ്പോഴും നമ്മുടെ കണ്ണായാലും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ആയാലും അത് ലോകത്തിൽ നിന്ന് അനുരൂപരാകാതെ മാറി നിന്നുകൊണ്ട് ദൈവത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് ജീവിക്കുവാനായിട്ട് ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൻ്റെ വാക്യം അവസാനിക്കുമ്പോഴും ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്, നീ ഗ്രാമത്തിൽ കടക്കുക പോലും അരുത് എന്ന് അവനോട് പറഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു.
നീ ഗ്രാമത്തിലേക്ക് കടക്കുക പോലും അരുത് എന്ന് പറഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു. പാപമയമായ ഒരു ജീവിതത്തിൽ നിന്ന് വീണ്ടും ദൈവത്തിലേക്ക് കടന്നതിന് ശേഷം വീണ്ടും പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകരുത് എന്ന് ഇവിടെ ദൈവം തമ്പുരാൻ ഓർമ്മിപ്പിക്കുകയാണ്. അവൻ കുരുടനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ജന്മനാ കുരുടനായ ഒരു മനുഷ്യനല്ല എന്ന് വേണമെങ്കിൽ ഇവിടെ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ പറയുകയാണ്, നീ ഇതിന് ശേഷം ഒരിക്കലും ഈ ഗ്രാമത്തിലേക്ക് വീണ്ടും കടന്നു പോകരുത്. പാപമയമായ ജീവിതത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് ആ പാപമയമായ ജീവിതത്തിലേക്ക് ഒരിക്കലും നമ്മൾ കടന്നു പോകരുത് എന്ന് ഇവിടെ സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു രീതിയിൽ അവന് കാഴ്ച ലഭിക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ അവന് അവസരം നൽകിയത്. ഇവിടെ പരീശന്മാരുടെ ഉൾക്കണ്ണുകളെ തുറക്കുവാൻ വേണ്ടിയിട്ടും തൻ്റെ ശിഷ്യന്മാരുടെ കണ്ണുകളെ തുറക്കുവാൻ വേണ്ടിയിട്ടുമാണ് ഈ രീതിയിലുള്ള ഒരു അത്ഭുത പ്രവൃത്തി ദൈവം തമ്പുരാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. ഇവിടെ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ടല്ലോ, പരീശന്മാരും ശിഷ്യന്മാരുമൊക്കെ പകുതി വിശ്വാസത്തിലാണ് സത്യത്തിൽ ദൈവത്തിനോടൊപ്പം സഞ്ചരിക്കുന്നത്. പകുതി വിശ്വാസത്തിനോടൊപ്പമാണ് ഈ പരസ്യ ശുശ്രൂഷയിലെല്ലാം ശിഷ്യന്മാരൊക്കെ ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ഉദ്ധാനത്തിന് ശേഷമാണ് അവരുടെ മനസ്സ് പൂർണ്ണ വിശ്വാസത്തിലേക്ക്, ദൈവത്തിൻ്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ പഴയ നിയമ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അന്തിന് കാഴ്ച നൽകുവാൻ ശക്തിയുള്ള ഒരു ദൈവത്തെയായിരുന്നു ആര് വിശ്വസിച്ചിരുന്നത്. ആ അത്ഭുത കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ തക്കവണ്ണമുള്ള പ്രാപ്തിയുള്ള ഒരു ദൈവപുരുഷനെയായിരുന്നു അന്നത്തെ സമൂഹം ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അത്ഭുത പ്രവർത്തികൾ ഈ മനുഷ്യരൊക്കെ കണ്ടിട്ടും അവനെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കാനായിട്ട് ഈ മനുഷ്യർ തുനിഞ്ഞില്ല എന്ന് വേണം ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ബെത്സയിദ എന്ന ഗ്രാമം ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകളെയാണ്, നമ്മുടെ ജീവിത പരിസരങ്ങളെയാണ്. നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നാം അനുഭവിക്കുന്ന നമ്മുടെ ജീവിത അനുഭവങ്ങളിലെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ബെത്സയിദ എന്നത് നമ്മുടെ ലോകത്തെ സൂചിപ്പിക്കുന്നു, നമ്മുടെ ചുറ്റുപാടുകളെ സൂചിപ്പിക്കുന്നു. ഈ ചുറ്റുപാടുകളിൽ നിന്ന് മാറിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അർത്ഥം വരികയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഈ ജീവിത പരിസരങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഞാനും ദൈവവും മാത്രമാകുന്ന അവസരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് പോലെ അവനെ ആ ഗ്രാമത്തിൽ നിന്ന് കൈപിടിച്ച് അവൻ ദൈവസന്നിധിയിലേക്ക് മാത്രം കൊണ്ടുവരുന്ന അനുഭവമായിട്ട് നമുക്ക് തീരുവാനായിട്ട് സാധിക്കണം. ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവത്തിൻ്റെ അടുക്ക മാത്രം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, ആമുഖത്തിൽ ഓർമ്മിപ്പിച്ചല്ലോ, ഇവിടെ പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ കുരുടന് കാഴ്ച നൽകുന്നതെന്ന് ഇവിടെ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ ഗ്രാമത്തിന് പുറത്തു കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെയാണ് കാണുന്നതെന്ന് ഉത്തരമായിട്ട് ഈ കുരുടൻ പറയുകയാണ്. ആദ്യം യേശുതമ്പുരാൻ തുപ്പി അത് അവൻ്റെ കണ്ണിന്മേൽ പുരട്ടിയതിനു ശേഷം ചോദിക്കുകയാണ്, നീ വല്ലതും കാണുന്നുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് എടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ നൽകുന്ന മറുപടി ഇപ്രകാരമാണ്, ഞാൻ ചില മനുഷ്യരെ കാണുന്നു, അവർ മരങ്ങൾ പോലെയാണ് സഞ്ചരിക്കുന്നതെന്ന് ഉത്തരം നൽകുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ മനുഷ്യൻ ജന്മന കുരുടനായിരുന്നൊരു മനുഷ്യനല്ല എന്ന് വേണമെങ്കിൽ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കും. കാരണം ആദ്യ കാഴ്ചയിൽ തന്നെ മനുഷ്യരെയും അത് മരങ്ങൾ പോലെയാണ് എന്നുള്ള കാര്യം അവൻ്റെ ആദ്യ ദൃഷ്ടിയിൽ അവൻ്റെ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്മന അവൻ ഈ മരങ്ങളുടെ സൗന്ദര്യവും ഈ പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ കണ്ട ഒരു മനുഷ്യനായിരിക്കും ഇങ്ങനെ പറയാനായിട്ട് ഇടവരുന്നത്. ഇത് തന്നെയാണ് സത്യത്തിൽ നമ്മുടെ ജീവിതവും. നമ്മുടെ ജനനം മുതൽ നമ്മുടെ മരണം വരെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ജനിക്കുമ്പോൾ നാം ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ വളരും തോറും നാം പാപത്തിൽ മുഴുകി ജീവിക്കുവാനായിട്ടാണ് നമുക്ക് സാധിക്കുന്നത്. ജനിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നു, പക്ഷേ ആ വളർച്ചയിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ഉപമ പോലെ ഓർമ്മിപ്പിക്കുന്നത്, അവൻ ലോകത്തിൽ നിന്ന് അനുരൂപരാകാതെ അവനെ മാറ്റി നിർത്തി ദൈവത്തോട് ചേർത്ത് നിർത്തുവാനായിട്ട് ആഗ്രഹിച്ചത്. ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു സന്യാസി ഇപ്രകാരം ചോദിക്കുന്നുണ്ട്, ഈ ഭൂലോകത്തിൽ വെച്ച് ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ഗുരുവിനോട് ഒരു ശിഷ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ ശിഷ്യൻ നൽകുന്ന മറുപടിയാണ്, മനുഷ്യനല്ല ദൈവമാണ് ഏറ്റവും സന്തുഷ്ടനായ ആളെന്ന് വ്യക്തമായ മറുപടി ആര് നൽകുകയാണ്? ഈ സന്യാസി നൽകുകയാണ്. അപ്പോൾ ഈ ശിഷ്യന് വീണ്ടും സംശയമായി, ദൈവത്തിന് ശേഷം ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ നൽകുന്ന മറുപടി പ്രകാരമാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനാണ് ഏറ്റവും സന്തുഷ്ടനായ മനുഷ്യൻ. ദൈവം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ ആരാന്ന് ചോദിച്ചപ്പോൾ ഇവിടെ പറയുകയാണ്,
ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനാണ് ഏറ്റവും സന്തുഷ്ടനായ മനുഷ്യൻ. ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ അടുക്കെ ആ കുരുടൻ വന്നു നിൽക്കുമ്പോൾ ഏറ്റവും സന്തോഷവാനായ മനുഷ്യനാരായിരിക്കും? ആ കുരുടനായിരിക്കും. നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ സന്തോഷം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? വചനം വായിക്കുമ്പോൾ, ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് സന്തുഷ്ടവാന്മാരായി മാറുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ആത്മീയ ശുശ്രൂഷയിൽ, ഒരു കൂദാശ ജീവിതത്തിൽ നമ്മൾ നിൽക്കുമ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് പൂർണ്ണ മനസ്സോടുകൂടിയാണോ നാം നിൽക്കുന്നതെന്നുള്ള കാര്യം ചിന്തിക്കേണ്ടതാണ്. ഒരു കാഴ്ച ലഭിക്കുന്ന ഒരു മനുഷ്യനോട് നമുക്ക് ചോദിച്ചാൽ മനസ്സിലാകും, പല ഘട്ടങ്ങളിലായിട്ടാണ് അവർക്ക് കാഴ്ച ലഭിക്കുന്നത്. ഒരു അന്ധതയുടെ അവസ്ഥയുണ്ട്, ഒരു ഇരുട്ടിൻ്റെ അവസ്ഥയുണ്ട്. ഈ പല ശുശ്രൂഷകൾക്ക് ശേഷം, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ കണ്ണിൻ്റെ കെട്ടഴിക്കുമ്പോൾ അവരാദ്യം അത്ര പൂർണ്ണമായിട്ടൊന്നും കാണുകയില്ല. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ പെതുക്കെ മാത്രമേ കാഴ്ചയിലേക്ക് ആ രൂപങ്ങൾ കടന്നു വരികയുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഈ മനുഷ്യനെ ആദ്യം തൊട്ടപ്പോൾ അവൻ പൂർണ്ണമായിട്ട് ഒന്നും കാണില്ല, അപൂർണമായിട്ട് മാത്രമേ അവൻ്റെ കാഴ്ചയിലേക്ക് പല രൂപങ്ങളും കടന്നു വരുന്നില്ല. പാർഷ്യലായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു കാഴ്ചയാണ് ഈ മനുഷ്യൻ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മൾ അപൂർണരായിട്ടാണ് നാം ദൈവത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്. പൂർണ്ണമായിട്ട് നമുക്ക് ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് ഇതുവരെ ഒരിക്കലും സാധിച്ചിട്ടില്ല. അതാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതാണ്, അപൂർണമായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. നമുക്ക് ദൈവവിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് പൂർണ്ണതയോടുകൂടിയാണോ നാം ദൈവത്തെ വിശ്വസിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് മറുപടി നൽകുവാനായിട്ട് പ്രയാസമാണ്. അതുകൊണ്ടാണ് നാം ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഒരു സമയത്ത് ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു പ്രതിഫലമായിട്ട് അതിന് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ പ്രാർത്ഥന അവസാനിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിന് മുമ്പിലാണ് നാം എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം ലഭിച്ചില്ലെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത്? പിന്നീട് ദൈവത്തോടുള്ള പ്രാർത്ഥനയൊക്കെ നിർത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആകെ നമ്മൾ ചെയ്യുന്നത് ദൈവത്തോടു കൂടി മാത്രമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അത് ദൈവം തരാനായിട്ട് അല്പസമയം എടുത്താൽ നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം അപ്പോൾ തന്നെ വിച്ഛേദിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനല്ലാത്ത പല കാര്യങ്ങളും ഉണ്ടാകുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മളൊരു കാര്യത്തിനായിട്ട് ആഗ്രഹിച്ചാൽ, ദൃഢതയോടെ ആഗ്രഹിച്ചാൽ, അത് സംഭവിക്കുന്ന വരെ നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവാനായിട്ടും അത് മനസ്സിനെ കാംക്ഷിക്കുവാനായിട്ടും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ജീവിതത്തെയും പഠിപ്പിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ മാത്രം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം ഉടനെ തന്നെ വിച്ഛേദിക്കുവാനായിട്ട് അവിടെ നമ്മുടെ മനസ്സിനെ അത്തരത്തിൽ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അപകടകരമായ അവസ്ഥയെ തരണം ചെയ്തെങ്കിൽ മാത്രമേ ഈ കുരുടന് സ്പഷ്ടമായ കാഴ്ച ലഭിച്ചതുപോലെ നമുക്കും ദൈവത്തെ സ്പഷ്ടമായിട്ട് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തിൽ ഒരു കാല് വെച്ച്, ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ഒരു കാല് വെച്ച് സഞ്ചരിച്ചാൽ നമുക്കതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുകയില്ല. പൂർണ്ണതയോടുകൂടി ദൈവത്തെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്പഷ്ടമായിട്ട് ദൈവ സാന്നിധ്യബോധത്തെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ദൈവ വിദ്വേഷികളുള്ള അനേകം ആളുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സമൂഹത്തിൽ പല ഉദാഹരണങ്ങളും നമുക്കെടുത്ത് നോക്കിയാൽ അറിയാം. പ്രാർത്ഥിക്കുന്നവർക്ക് നേരെ അതിക്രമങ്ങൾ ചെയ്യുന്ന പല ആളുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമില്ല എന്ന് പറയുന്ന ആളുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വർധനയുടെ നടുവിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ ഈ തെറ്റായ ധാരണയിലേക്ക് നമുക്ക് വീഴാതിരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവമില്ല എന്ന് പറയുന്ന ആളുകൾ കൂടി വരുന്ന ഈ സമൂഹത്തിൽ ദൈവത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല എന്ന് ഇവിടെ വ്യക്തമായിട്ട് യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതിനുശേഷം വരുന്ന വാക്യം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു, ലോകവും അതിൻ്റെ മോഹവും അഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കുന്നു. നമുക്ക് ആഗ്രഹങ്ങളും നമ്മുടെ അനുഗ്രഹങ്ങളും എല്ലാം നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വരുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായിട്ടും ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ളൊരു ജീവിതം ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ
ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളെല്ലാം ഇന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം വേണം. ദൈവത്തിൽ നിന്നും മാറി, മനുഷ്യനിൽ നിന്നും മാറി, കുടുംബത്തിൽ നിന്ന് മാറിയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനസമൂഹത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവന് മാത്രമേ ജീവിതത്തിൽ അവൻ്റെ പൂർണ്ണതയിൽ ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ടും ജീവിതത്തിൽ നന്മകൾ ധാരാളമായിട്ട് ലഭിക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യം ഇവിടെ ഓർപ്പിക്കുകയാണ്. രണ്ട് ഇടത്തും കാല് വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ അന്വേഷിക്കാൻ ഇറങ്ങിയാൽ അത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുകയില്ല. അപൂർണമായ രീതിയിലാണ് നാം ഇപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നത് എന്നുള്ള കാര്യം ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. ഞാൻ ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ജീവിത പരിസരങ്ങളെയും നല്ല നിലം പോലെ രൂപാന്തരപ്പെടുത്തിയെങ്കിൽ മാത്രമേ അവിടെ നല്ല ഫലങ്ങൾ കായ്ക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഈ വചനം കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു യാത്രയെക്കുറിച്ച് അവർ വ്യക്തമായിട്ട് വിവരിക്കുന്ന വേദഭാഗമാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2 ശിഷ്യന്മാർ എമോസിലേക്ക് യാത്ര ചെയ്യുന്ന അനുഭവത്തെയാണ് 24-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പല ആവർത്തി വായിച്ചിട്ടുള്ള ഈ വേദഭാഗത്തിൽ നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന തരത്തിലുള്ള ഒരു വേദഭാഗം, ഒരു വാക്യം അവിടെ ഒളിഞ്ഞു കിടക്കുകയാണ്. ഈ 2 ശിഷ്യന്മാരുടെ കൂടെ എപ്പോഴും ഒരു വഴിയാത്രയുടെ നടുവിലെത്തിയപ്പോൾ യേശു തമ്പുരാൻ അവിടെ കൂടെ യാത്ര ചെയ്യുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ. ആ എമോസിലേക്കുള്ള യാത്രയിൽ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നടന്നു നീങ്ങുന്ന ആ യാത്രയിൽ യേശു തമ്പുരാൻ അവിടെ കൂട്ടായിട്ട് അവിടെ യാത്രയിൽ കൂട്ടായി അവിടെ കൂടെ നടക്കുകയാണ്. പക്ഷേ ഇവരോടെല്ലാം സംസാരിച്ചതിന് ശേഷം യേശു അവരിൽ നിന്ന് പിൻവാങ്ങിയതിന് ശേഷം ഈ 2 ശിഷ്യന്മാർ സംസാരിക്കുന്നതാണ് ഏറെ മനസ്സിനെ ചിന്തിപ്പിക്കേണ്ടത്. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 30-31 വാക്യത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തുന്നത്. ഒരു ശിഷ്യൻ മറ്റേ ശിഷ്യനോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യം ഇപ്രകാരമാണ്: അവൻ തിരുവെഴുത്തുകളെ നമുക്ക് ധ്യാനിച്ച് തന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? അവൻ തിരുവെഴുത്തുകളെ നമുക്ക് ധ്യാനിച്ച് തന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നുള്ള കാര്യം ചോദിച്ചു. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത്. ഒരു വചനം വായിക്കുമ്പോൾ, ഒരു വേദപുസ്തകത്തിലെ ഏതെങ്കിലും ഒരു അധ്യായം വായിക്കുമ്പോൾ ഈ വചനം നമ്മുടെ ഹൃദയങ്ങളെ കത്തിക്കാറുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. ഈ ഹൃദയം കത്തുക എന്ന് പറയുന്നത് ഹൃദയം രൂപാന്തരപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ ഉൾമനസ്സുകൾ രൂപാന്തരപ്പെടുക എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഒരു വചനം വായിക്കുമ്പോൾ, ഒരു ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എങ്ങനെയാണ് ഈ നമ്മുടെ ജീവിതത്തെ ഇത് രൂപാന്തരപ്പെടുത്തുന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കുമ്പോൾ, പക്ഷേ ഈ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ഈ വചനമൊന്നും നമ്മുടെ ഹൃദയങ്ങളെ കത്തിച്ച് രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരത്തില്ല. എങ്കിൽ മാത്രമേ രൂപാന്തരപ്പെട്ട് കത്തി ജ്വലിച്ചുകൊണ്ട് നമ്മുടെ വചനം നമ്മുടെ മനസ്സിനെയും ഹൃദയങ്ങളെയും രൂപാന്തരപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവവും ഞാനും എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുതന്നെയാണ് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത്. ബെത്സയിദ എന്ന ആ ഗ്രാമത്തിൽ നിന്ന് അതിനെ വിളിച്ചുകൊണ്ടുപോയി ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവസന്നിധിയിലേക്ക് മാത്രമായിട്ട് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് അവിടെ പഠിപ്പിക്കുകയാണ്. ഈ പഠിപ്പിരിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിനും ദൈവത്തിനും മാത്രം കേന്ദ്രീകരിക്കാതെ ദൈവം മാത്രമാണ് ആശ്രയമെന്ന് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുവാനായിട്ട് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കണം. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ, പാപമയമായ ഈ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പാപത്തിൻ്റെ അവസ്ഥയിലാണ് നാം നിൽക്കുന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടാകുന്നത് അനിവാര്യമാണ്. ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഈ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവഭക്തി ഇല്ല എന്നുള്ളതാണ്. ദൈവഭക്തിയില്ല, പാപബോധ ചിന്തയില്ല എന്നുള്ളതാണ് ഈ സമൂഹത്തിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. നമുക്ക് ദൈവഭക്തി ഇല്ലാതെ പോകുന്നു. ഒരു പാപം ചെയ്തിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ആ ബോധമില്ലാതായി പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. പക്ഷേ യെശയ്യാ പുസ്തകം 49-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട്. യെശയ്യാ പുസ്തകം 49-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ എൻ്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു. ഏത് പാപ അവസ്ഥയിലേക്ക് പിന്തിരിഞ്ഞു പോയാലും, ഏത് ഗതികെട്ട അവസ്ഥയിലേക്ക് നാം ഓരോരുത്തരും പിന്തിരിഞ്ഞു പോയാലും
അതിൽ നിന്നൊക്കെ കരകയറ്റുവാനായിട്ട് ആരും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ദൈവം എപ്പോഴും നമ്മുടെ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് കൈപിടിച്ചുയർത്തുവാൻ തക്കവണ്ണം കെൽപ്പുള്ള ആളാണെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. ഈ പാപത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് ക്രമീകരിച്ച് ദൈവത്തിലേക്ക് കടന്നു പോകാനുള്ളൊരു മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവാൻ നമ്മളെല്ലാവരും തയ്യാറാകണം. അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട്, തമ്പുരാനെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുക. പക്ഷെ അതിന് നൽകുന്ന മറുപടിയാണ് ഏറ്റവും മനോഹരമായി മാറുന്നത്. യേശു തമ്പുരാൻ നൽകുന്ന മറുപടി ഇപ്രകാരമാണ്: എനിക്ക് മനസ്സുണ്ട് നിന്നെ സൗഖ്യമാക്കുവാൻ. എനിക്ക് മനസ്സുണ്ട് നിന്നെ സൗഖ്യമാക്കുവാൻ. ദൈവത്തിന് അല്പം ഇടം നൽകുവാനായിട്ട്, ഒരു സ്ഥലം നൽകുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ എപ്പോഴും മനസ്സുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. പക്ഷേ ആ ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ ഒരു മനസ്സിനെ നാം രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നാം കാണുന്ന ദൃഷ്ടിയിലെല്ലാം നമ്മൾ കാണുന്നത് ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് എപ്പോഴും നമ്മുടെ കണ്ണുകളിൽ ആദ്യം പ്രതിഫലിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്നപ്പുറമായിട്ട് ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ നാം ദൈവത്തോട് ചേർന്നിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുതന്നെയാണല്ലോ പഴയ നിയമ പുസ്തകങ്ങൾ മുതൽ പുതിയ നിയമ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കെല്ലാം ദൈവത്തെ കാണുവാനും സംസാരിക്കുവാനും ദൈവത്തെ അനുഭവത്തെ രുചിച്ചറിയുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ അറിയുവാനും അവൻ്റെ ഗന്ധത്തെ ശ്വസിക്കുവാനുമായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ. നമ്മുടെ നോമ്പിൻ്റെ അവസ്ഥയിലും നോമ്പിൻ്റെ 50 ദിവസത്തെ നോമ്പിലെല്ലാം നമ്മൾ പഠിപ്പിച്ചതും ഇത് തന്നെയാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ അതിൻ്റെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് ഈ നോമ്പിൻ്റെ അവസ്ഥയിലെല്ലാം നമ്മൾ പഠിച്ചും കേട്ടതുമെല്ലാം ഇത് തന്നെയാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കണം. അതിൽ കണ്ണുണ്ട്, ചെവിയുണ്ട്, നാക്കുണ്ട്, നമ്മുടെ ത്വക്കുണ്ട്, അങ്ങനെ പല 5 കാര്യങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്ത് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ ഈ വാക്യങ്ങൾ 8-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും 5 ഇന്ദ്രിയങ്ങളും ഇവിടെ പ്രതിഫലിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കുരുടന് കാഴ്ച നൽകുന്നതിനെ സംബന്ധിച്ച് കണ്ണിനെ പറ്റി പ്രധാനമായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തുന്നതെങ്കിലും പിന്നീടുള്ള 4 ഇന്ദ്രിയങ്ങളും ഇവിടെ പറയാതെ പറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഈ വാക്യങ്ങൾ വായിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. ക്രിസ്തു ഇവിടെ ആശ്വാസം നൽകുന്നത്, ക്രിസ്തു ഇവിടെ സൗഖ്യം നൽകുന്നത് 5 ഇന്ദ്രിയങ്ങൾക്കും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ആശ്വാസമാണ്, ഒരു സൗഖ്യമാണ് ഇവിടെ നൽകുന്നുള്ള കാര്യം നമുക്ക് ഈ വാക്യം ഉടനീളം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിത പരിസരങ്ങളെ നമ്മൾ ക്രമീകരിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവത്തിലും മനുഷ്യനിൽ മാത്രം ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സൗന്ദര്യം ഉണ്ടാകൂ എന്നുള്ള കാര്യം കൂടി ഇവിടെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ആകെയുള്ള സമ്പത്ത് എന്ന് പറയുന്നത് യേശു തമ്പുരാൻ മാത്രമായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആകെയുള്ള സമ്പത്ത് എന്ന് പറയുന്നത് യേശു തമ്പുരാൻ മാത്രമായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ ലേഖനത്തിൻ്റെ 26-ാം അധ്യായത്തിന് ശേഷം വായിക്കുമ്പോൾ പത്രോസ് ഇവിടെ പറയുന്നുണ്ട്, നീ സാക്ഷാൽ മശികയാകുന്നു എന്നുള്ള ഒരു സാക്ഷ്യം അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ ശേഷവും പത്രോസിൻ്റെ ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങൾ വരുമ്പോഴും അവൻ ദൈവത്തെ തള്ളി പറയുന്നുണ്ട്. പക്ഷേ ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം ക്രിസ്തു ഈ പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴും എല്ലാ ശിഷ്യഗണങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും അവർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയാണ്. അവർ ആകെ സമ്പത്തായിട്ട് കരുതിയത് ഈ യേശുവിനെ, ക്രിസ്തു സാന്നിധ്യത്തെയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവർത്തികൾ നമുക്ക് വായിക്കുമ്പോൾ അറിയാം, സഭയുടെ വളർച്ചയ്ക്കും സുവിശേഷത്തിനുമൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ അധ്യായത്തിലാണ് പറയുന്നത്. അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കുക. ഇവിടെ ഒരു വലിയൊരു അത്ഭുത പ്രവൃത്തി ചെയ്തതിന് ശേഷം അവർക്ക് നൽകുന്ന മറുപടിയാണ് നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കുക. അവർക്ക് വെള്ളിയില്ല, പൊന്നില്ല, യാതൊരു സമ്പത്തും അവർ ശേഖരിക്കുന്നില്ല. തങ്ങളുടെ സുവിശേഷ യാത്രയിൽ ഇത്തരത്തിലുള്ള ഒരു സമ്പാദ്യവും ശേഖരിക്കാതെ യേശു മാത്രമാണ് ആകെയുള്ള സമ്പത്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സുവിശേഷ ഘോഷണത്തിൽ ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും ഒക്കെ നടക്കുകയാണ്. എന്താണ് നമ്മൾ ജീവിതത്തിൽ നേടിയ ഏറ്റവും വലിയ സമ്പത്തെന്ന് ചോദിക്കുമ്പോൾ അവിടെ ക്രിസ്തു എന്ന് മറുപടി നൽകുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എന്താണ് നാം ജീവിതത്തിൽ നേടിയ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് യേശു എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് ഈ ശിഷ്യന്മാർ നമ്മളെ മനസ്സിലാക്കി തരുന്നത്. അവിടെ ജീവിതയാത്രയിൽ പരിസരങ്ങളിലും എല്ലാം ദൈവത്തോട് ചേർന്ന് നിന്നിട്ടും അവർക്ക് ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. പല ഘട്ടങ്ങളായിട്ട് പല ജീവിത മുഹൂർത്തങ്ങളോടൊക്കെ കടന്നു പോയതിന് ശേഷം മാത്രമാണ് ഈ ശിഷ്യന്മാർക്ക് ഇത് സാക്ഷാൽ ദൈവമാണ്, സാക്ഷാൽ മശികയാണെന്നുള്ളൊരു തിരിച്ചറിവ് ഈ ശിഷ്യന്മാർക്ക് ലഭിക്കുന്നത്. നമ്മുടെ ജീവിതം ഇതുപോലെ തന്നെയാണ്.
പലതരം പ്രയാസങ്ങളിലൂടെയും പലതരം പ്രതിസന്ധികളിലൂടെ കടന്നു പോയതിനു ശേഷം മാത്രമേ ഇത് സാക്ഷാൽ ദൈവമാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ. അത്ര പെട്ടെന്നൊന്നും നാം ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തുവാനോ ദൈവത്തിനോട് അടുത്ത് നിന്ന് സംസാരിക്കുവാനോ ദൈവത്തിന് അനുരൂപനായി ജീവിക്കാനോ നമുക്ക് സാധിക്കുകയില്ല. പല ഘട്ടങ്ങളിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിലേക്ക് കടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ പഴയ നിയമ പുസ്തകങ്ങളും പുതിയ നിയമ പുസ്തകങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം, അത്ര പെട്ടെന്നൊന്നും ദൈവം എല്ലാവർക്കും പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. അത്ര പെട്ടെന്നൊന്നും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു നിന്ന് സൗഖ്യം നൽകുന്നതായിട്ട് നമുക്കവിടെ കാണുന്നില്ല. പുറപ്പാട് പുസ്തകമൊക്കെ പരിശോധിക്കുമ്പോൾ അറിയാം, പലതരം പ്രയാസങ്ങളിലൂടെയും പലതരം യാത്രകളിലൂടെ സഞ്ചരിച്ചതിന് ശേഷം മാത്രമാണ് ഇത് സാക്ഷാൽ ദൈവമാണെന്നുള്ള വലിയൊരു തിരിച്ചറിവ് ആർക്ക് നൽകുന്നത്? ഇവർക്ക് നൽകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. ഒരു പ്രയാസത്തിലൂടെ നമ്മൾ ഇന്ന് കടന്നു പോകുമ്പോൾ, ഒരു പ്രതിസന്ധിയിലൂടെ നമ്മളിന്ന് കടന്നു പോകുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുവാനായിട്ട് ഇടയാകരുത്. ഇനിയും കാത്തു സൂക്ഷിച്ചു നിന്നുകൊണ്ട് ആ ദൈവത്തിൻ്റെ വലിയ തേജസ്സിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇനിയും സമയമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ആ ശേഖരിക്കുന്ന തേജസ്, ആ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ആ സന്തോഷകരമായ അവസ്ഥ എപ്പോഴും ശാശ്വതമാണെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെയാണ് ശിഷ്യന്മാരോട്, തൻ്റെ കൂടെ നിന്നായിരുന്ന ആളുകളോട് ദൈവം തമ്പുരാൻ പറയുകയാണ്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുവാനായിട്ട് പറയുന്നതിൻ്റെ പിന്നിലുള്ള ഒരവസ്ഥ ഇത് തന്നെയാണ്. ഏറ്റവും പ്യുവറായിട്ടുള്ള, ഏറ്റവും അതിൻ്റെ പൂർണ്ണതയിൽ വികാരങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് ആരെന്ന് പറയുന്നത്? ശിശുക്കൾ എന്ന് പറയുന്നത്. ഒരു സന്തോഷകരമായൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ, ഒരമ്മയെ കാണാതിരുന്ന് ഒരു കുഞ്ഞ് കുറേ നാളിന് ശേഷം അമ്മയെ കാണുമ്പോൾ കാണിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് അതതിൻ്റെ പൂർണ്ണതയിലുള്ള സന്തോഷമാണ്. അത്രയും പൂർണ്ണതയോടൊന്നും സന്തോഷിക്കുവാനൊന്നും നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ അവിടെയാണ് ഓർമ്മിപ്പിക്കുന്നത്, ഇത്രയും മനോഹരമായ പ്യുവറായിട്ടുള്ള ഒരു സന്തോഷത്തിലേക്ക് നിങ്ങൾ കടക്കണമെന്നുണ്ടെങ്കിൽ പല പ്രയാസങ്ങളിലൂടെ പല ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ്. ഇത് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, നമ്മെ പഠിപ്പിക്കാനായിട്ട്, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ദൈവം തന്നെ നൽകുന്നതാണെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ഇവിടെ കുരുടന് സൗഖ്യം നൽകുന്നത് പറയുന്നുണ്ടല്ലോ, മറ്റുള്ള സുവിശേഷങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇവൻ്റെ പാപനിമിത്തമോ ഇവൻ്റെ അപ്പൻ്റെ പാപനിമിത്തമോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപനിമിത്തമാണോ ഇവൻ കുരുടനായി പോകുന്നതെന്നുള്ള ചോദ്യം ചോദിക്കുന്നത്. പക്ഷേ ക്രിസ്തു നൽകുന്ന മറുപടി ഇപ്രകാരമാണ്, ദൈവേഷ്ടം നിറവേറ്റുവാനായിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഇവനെ നൽകിയത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട്, ദൈവത്തിൻ്റെ അനുഭവം നിറവേറ്റുവാനായിട്ട് പലതരം കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉടനെ ഉണ്ടാകുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. വളരെ പ്രതീക്ഷയോടും വളരെ ആകാംക്ഷയോടും ഒക്കെയാണ് നമ്മൾ വചനത്തെ ശ്രവിക്കുന്നത്. വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോഴും ആത്മീയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ്. പ്രതീക്ഷ കൈവിടാതെ ദൈവസന്നിധിയിൽ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കൂ എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത്, പല ഘട്ടമായിട്ടാണ് ഇവിടെ കുരുടൻ കാഴ്ച നൽകുന്നത്. ഇതിൽ നിന്ന് പരീശന്മാർക്ക് പഠിക്കുവാനും തന്നെ ശിഷ്യന്മാർ ഉൾക്കണ്ണുകളെ തുറക്കുവാനായിട്ടും വേണ്ടിയിട്ടാണ് ഈ ഒരു അത്ഭുത പ്രവൃത്തി ഇവിടെ ക്രിസ്തു ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഘട്ടമായി മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വരികയുള്ളൂ എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഒരു നിമിഷത്തേക്ക് മാത്രം പോലും നമ്മൾ ദൈവത്തെ വിട്ടുപിരിയാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ള കാര്യം കൂടെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇതൊരു ഉപമ പോലെ വളരെ മനോഹരമായ രീതിയിലാണ് ഈ അധ്യായത്തിലെ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഉപമ വിവരിക്കുന്നത് പോലെ, അത്രയും രസകരമായിട്ടുള്ള രീതിയിൽ ഒരു കഥ വിവരിക്കുന്നത് പോലെ തന്നെയാണ് 22 മുതൽ 26 വരെ വാക്യങ്ങളിൽ ഈ അത്ഭുത പ്രവൃത്തി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബെത്സയിദ എന്ന ആ നാട്ടിലേക്ക് കടന്നു വരുന്ന യേശു തമ്പുരാൻ അവൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന ആളുകളിൽ നിന്ന് ആ കുരുടനെ ക്രിസ്തു തമ്പുരാൻ സ്വീകരിക്കുന്നു. ആ സ്വീകരിച്ചതിന് ശേഷം അവൻ ആദ്യ ഘട്ടമായിട്ട് അവൻ്റെ അപൂർണമായ ഒരു കാഴ്ച നൽകുന്നു. അതിനുശേഷം പൂർണ്ണമായ ഒരു കാഴ്ച നൽകുന്നു. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്, പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചപ്പോൾ അവൻ സൗഖ്യം പ്രാപിച്ചു, മിടിച്ചു നോക്കി, എല്ലാം സ്പഷ്ടമായി കണ്ടു. എല്ലാം സ്പഷ്ടമായി കാണുക എന്നുള്ളതാണ് മൂന്നാമത്തെ തരം. നമ്മുടെ ദൈവ അനുഭവങ്ങളെ നമുക്ക് സ്പഷ്ടമായി കാണുവാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ചോദ്യം. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ഈ 2 തലങ്ങൾ പിന്നിട്ടെങ്കിൽ മാത്രമേ ഈ സ്പഷ്ടമായ കാഴ്ച നമുക്ക് ലഭിക്കുകയുള്ളൂ. ആദ്യം ഇരുട്ടിൻ്റെ അവസ്ഥയിലൂടെ സഞ്ചരിച്ച് പോരുന്ന ആ അന്ധനായ മനുഷ്യൻ ചില മനുഷ്യരിൽ ആശ്രയിച്ച് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചപ്പോൾ അവൻ ആദ്യഘട്ടമായിട്ടുള്ള ഒരു കാഴ്ച ലഭിക്കുകയാണ്. അപൂർണമെങ്കിലും ആ തുടക്കത്തിൽ ലഭിക്കുന്ന കാഴ്ച അവൻ്റെ ജീവിതത്തെ ഏറെ
മാറ്റിമറിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ഓർപ്പിക്കുന്നത്. അപൂർണരായിട്ട് നമ്മൾ ദൈവത്തെ വിശ്വസിക്കാനായിട്ട് ഇടയാകരുത്. പൂർണ്ണമായിട്ട് നാം ദൈവത്തെ വിശ്വസിക്കുവാനായിട്ട് ഇടയാകണമെന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. പൂർണ്ണമായിട്ട് ദൈവത്തെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ സ്പഷ്ടമായിട്ട് നമുക്ക് കാഴ്ചകളെ, നമ്മുടെ മുന്നിലുള്ള ദൈവ അനുഭവങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ആത്മീയ ജീവിതത്തിലൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം, നമ്മുടെ കൗതാശിക ജീവിതത്തിലൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം, നാം അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അതതിൻ്റെ പൂർണ്ണതയിലോടുകൂടെയാണോ നാം അനുഭവിക്കുന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മളെല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്ന ആളുകളാണ്. എല്ലാ ഞായറാഴ്ചകളും പറ്റുമ്പോഴൊക്കെ തമ്പുരാൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും. പക്ഷേ അതതിൻ്റെ തീവ്രതയോടുകൂടെയാണോ നാം അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരുക്കത്തോടു കൂടിയാണോ നമ്മൾ കൂദാശകൾ സംബന്ധിക്കുന്നത്? ഒരുക്കത്തോടു കൂടിയാണോ ആത്മീയ ജീവിതത്തിൽ നാം നിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. അപൂർണമായിട്ട് നമ്മൾ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അതിൻ്റെ ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന ഉത്തരമെന്ന് പറയുന്നതും ഉത്തരവും അപൂർണമായി പോകുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. സ്പഷ്ടമായ കാഴ്ച നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട്. 1-ാം അധ്യായം 18-ാം വാക്യത്തിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഹൃദയം ദൃഷ്ടി പ്രകാശിപ്പിക്കുക. ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നത്. ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കുക. നമ്മൾ ഉൾക്കണ്ണുകളെ തുറക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകമായിട്ട് അർത്ഥമാക്കുക. നമ്മൾ ഉൾക്കണ്ണുകളെ തുറന്നുകൊണ്ട് ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണല്ലോ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഞാൻ പറഞ്ഞതുപോലെ എമോസിലേക്കുള്ള യാത്രയിൽ അവൻ തിരുവെഴുത്തുകളെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. ഉള്ളിൽ കത്തലുണ്ടാകണം. വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കണം. യേശുതമ്പുരാന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം, നമ്മുടെ ശരീരം ഉള്ളിൽ കത്തി രൂപാന്തരപ്പെടണം. കത്തി രൂപാന്തരപ്പെടുത്തുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ആ തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുകയുള്ളൂ. ഇവിടെ 3 തലങ്ങളിൽ ആ കുരുടന് കാഴ്ച ലഭിക്കുന്നത് പോലെ നല്ല അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ദൈവത്തിനും മനുഷ്യനിൽ മാത്രം ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം കീഴ്പ്പെട്ട് ജീവിക്കുക എന്നുള്ള കാര്യം കൂടെ ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്. കീഴ്പ്പെടേണ്ടവന് കീഴടങ്ങാൻ തയ്യാറായാൽ ജീവിതം കീർത്തി പ്രാപിക്കുമെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. കീഴ്പ്പെടേണ്ടവന് കീഴടങ്ങാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതം കീർത്തി പ്രാപിക്കുമെന്നുള്ള കാര്യം ഒരിക്കലും മറന്നുപോയത്. കീഴ്പ്പെടുക എന്ന് പറയുന്നത് ഒരു അടിമയെ പോലെ കീഴ്പ്പെടുക എന്നുള്ളതല്ല നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഒരു അമ്മ ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ, വളർത്തുന്നത് പോലെ, അത്രയും സ്നേഹം നൽകി പരിപാലിക്കുന്നത് പോലെ ആ കീഴ്പ്പെടലിൻ്റെ അവസ്ഥയിലേക്ക് നാമും ദൈവവുമായിട്ട് മാറണമെന്നുള്ള കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. എല്ലാം സ്പഷ്ടമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ, സ്പഷ്ടമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ അനുഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ പാർഷ്യലായിട്ടുള്ള ഒരു കാഴ്ച ഈ ആദ്യഘട്ടത്തിൽ ദൈവം തമ്പുരാൻ നൽകുന്നത് ഇത് തന്നെയാണ്. നമ്മളിപ്പോഴും ദൈവത്തെ കാണുന്നത് അത്ര പൂർണ്ണമായിട്ടല്ല, അപൂർണമായുള്ളൊരവസ്ഥയിലാണ് നാം ഇപ്പോഴും ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എത്ര വചനം നമ്മുടെ മനസ്സിലേക്ക് വന്നാലും, എത്ര വചനം കേട്ടാലും, എത്ര കുർബാനയിൽ പങ്കെടുത്താലും അതൊന്നും നമുക്ക് രൂപാന്തരമായി മാറാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. അപൂർണമായ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നാം ഓരോരുത്തരും ദൈവത്തെ അന്വേഷിക്കുന്നത്. സ്പഷ്ടമായ കാഴ്ചയോടുകൂടി പൂർണ്ണതയിൽ ദൈവത്തെ അന്വേഷിക്കുവാനായിട്ട് നാം ഓരോരുത്തരും തയ്യാറാകണം എന്നുള്ള കാര്യം കൂടി ഇവിടെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള ഒരു വിളി കൂടി ഇവിടെ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഇവിടെ പ്രത്യേകമായിട്ടൊരു നമ്മളെ ഈ അധ്യായം നമ്മളെ ക്ഷണിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങളുടെ പാപം കടും ചുമപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ പാപം കടും ചുമപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ ശക്തനായ ഒരു ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. ഈ പാപമായ അവസ്ഥയിൽ നിന്ന് ദൈവത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. സ്പഷ്ടമായ കാഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ പാപമയമായ ജീവിതയാത്രയിലേക്ക് നമ്മൾ പോകാതെ ഇടവരികയുള്ളൂ. പാപമയമായ ഒരു ജീവിതയാത്രയിൽ നിന്ന് മാറി ദൈവസന്നിധിയിലേക്ക് മാത്രം സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ സ്പഷ്ടമായ കാഴ്ച നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത്: നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും, എൻ്റെ ഊടുവഴികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും, എൻ്റെ ഊടുവഴികൾക്ക് പ്രകാശമാകുന്നു. വചനത്തിലൂടെ നടന്ന് ആ വചനം നല്ല നിലത്ത് വീണ് ഫലം ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തിയെങ്കിൽ മാത്രമേ ആ വചനം നമ്മളെ കത്തി ജ്വലിപ്പിക്കുകയുള്ളൂ, സ്പഷ്ടമായുള്ള കാഴ്ച നമുക്ക് നൽകുകയുള്ളൂ. അതിനേറെ ചിന്തിപ്പിക്കുകയും
ഞാൻ പല പ്രസംഗങ്ങളിലും ആവർത്തിച്ച് പറയുന്ന ഒരു മനോഹരമായൊരു കഥയുണ്ട്. നമുക്കറിയാം, ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും മേടിച്ചു കൊടുക്കുന്ന ഒരു പുസ്തകമാണ് ഈ ബാലരമ എന്ന് പറയും. ഈ ബാലരമയ്ക്കകത്ത് നമ്മൾ എത്രയും അങ്ങനെ തള്ളിക്കളയാൻ പറ്റാത്ത രീതിയിലുള്ള നമ്മുടെ ജീവിത മുഹൂർത്തങ്ങളുമായി നമ്മുടെ ജീവിത പരിസരങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന നല്ല നല്ല കഥകൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്കുണ്ട്. അങ്ങനെ കുറേ നാളുകൾക്ക് മുമ്പ് കുഞ്ഞുനാളിൽ വായിച്ച ആ മനോഹരമായ കഥയുടെ അർത്ഥം എനിക്ക് പിന്നീടാണ് മനസ്സിലായി. ഒരമ്മയും കുഞ്ഞും കൂടി ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ മേടിക്കുവാനായിട്ട് പോവുകയാണ്. നമ്മുടെ ഒരു അമ്മ ഒരു തീരുമാനം എടുക്കുകയാണ്, ഇന്ന് 1 കിലോ ഗോതമ്പ് മേടിച്ച് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വരാമെന്ന് പറഞ്ഞാൽ 1 കിലോ ഗോതമ്പ് മാത്രമായിരിക്കും നമ്മൾ മേടിക്കുന്നത്. നമുക്ക് അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് മാത്രമേ എവിടോട്ട് കടന്നു വരികയുള്ളൂ, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വീട്ടിലേക്ക് കടന്നു വരികയുള്ളൂ. നമുക്ക് ഇന്ന ആവശ്യങ്ങളുമായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ അനാവശ്യമായി എന്തെങ്കിലും കാര്യം കൂടി മേടിച്ചിട്ട് എവിടേക്ക് കടന്നു വരികയുള്ളൂ, നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരികയുള്ളൂ. അങ്ങനെ ഒരു അമ്മയും ഒരു കുഞ്ഞും കൂടെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ മേടിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോകുമ്പോൾ വളരെ തീരെ ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞ് വളരെ ആഗ്രഹത്തോടെ പറയുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ പറയുകയാണ്, എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ എനിക്ക് ആദ്യം എന്ത് മേടിച്ചു തരണം, ചോക്ലേറ്റ് മേടിച്ച് തരണം എന്നുള്ള ഒരു ഉടമ്പടിയോടുകൂടിയാണ് ഈ കുഞ്ഞും അമ്മയും കൂടെ എവിടേക്ക് യാത്രയാകുന്നത്, സൂപ്പർ മാർക്കറ്റിലേക്ക് യാത്രയാകുക. പക്ഷെ എത്ര നിർബന്ധിച്ചിട്ടും ഈ അമ്മ ഒരു മുട്ടായി പോലും ആർക്കും മേടിച്ചു കൊടുത്തില്ല, ഈ കുഞ്ഞിന് മേടിച്ചു കൊടുത്തില്ല. അതിനവസാനം ഈ ബിൽ കൗണ്ടറിൽ എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് ഈ ബിൽ കൗണ്ടറിൻ്റെ അടുത്തെത്തിയിട്ട് ഈ കുഞ്ഞിനോട് അമ്മ ഈ കുഞ്ഞ് ഈ അമ്മയോട് വീണ്ടും ആവർത്തിക്കുകയാണ്, എനിക്ക് ഒരു മുട്ടായെങ്കിലും ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചു തരണമെന്ന് വീണ്ടും പറയുകയാണ്. പക്ഷേ ഈ കുഞ്ഞിനോട് ഈ അമ്മ ഒട്ടും വാത്സല്യം കാണിക്കാതെ ഒരു മുട്ടായി പോലും മേടിച്ചു കൊടുക്കുന്നില്ല. പക്ഷേ ആ കുഞ്ഞിനോട് ഏറെ സ്നേഹം തോന്നിയ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ആ ബിൽ കൗണ്ടറിൽ ബില്ലടിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ ഈ കുഞ്ഞിനോട് പറഞ്ഞു, നിൻ്റെ മുന്നിലിരിക്കുന്ന മുട്ടായിൽ നിന്ന്, ഈ ഭരണിപാത്രത്തിൽ നിന്ന് എത്ര മുട്ടായി വേണമെങ്കിലും നിനക്ക് എടുക്കാം, അതിൽ നിന്ന് 1 പൈസ പോലും തരണ്ടെന്ന് ഈ കുഞ്ഞിനോട് പറഞ്ഞു. അങ്ങനെ ഈ കുഞ്ഞ് എത്ര പ്രാവശ്യം ഇത് പറഞ്ഞിട്ടും ഈ കുഞ്ഞ് ഇത് അനുസരിക്കുന്നില്ല. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ വീണ്ടും പറയുകയാണ്, എത്ര മുട്ടായി വേണം നിനക്ക് അതിൽ നിന്ന് എടുക്കാം, 1 പൈസ പോലും തരണ്ട, അമ്മ വഴക്ക് പറയത്തില്ല എന്നുള്ള കാര്യം വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. പക്ഷേ ഈ കുഞ്ഞ് അതിൽ നിന്ന് 1 മുട്ടായി പോലും എടുത്തില്ല. അവസാനം സഹികെട്ട് ഈ ബിൽ കൗണ്ടറിൽ നിന്ന് മനുഷ്യൻ എന്ത് ചെയ്തു, കുറച്ച് മുട്ടായി എടുത്ത് ആർക്ക് കൊടുത്തു, ഈ കുഞ്ഞിനെടുത്ത് കൊടുത്തു. അങ്ങനെ അവസാനം ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഈ കുഞ്ഞിനോട് അമ്മ ചോദിച്ചു, ആ ചേട്ടൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു മുട്ടായി എടുത്തു കൊള്ളാൻ, അതിൽ നിന്ന് 1 മുട്ടായി പോലും നീ എടുക്കാത്തത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുഞ്ഞ് നൽകുന്ന മറുപടിയാണ് ഏറ്റവും രസകരവും മനോഹരമായിട്ട് മാറുന്നത്. ഈ കുഞ്ഞ് പറയുകയാണ്, എൻ്റെ ചെറിയ കൈ കൊണ്ടെടുത്താൽ എനിക്ക് എത്ര മുട്ടായി ലഭിക്കാനാണ്, പക്ഷെ ആ ചേട്ടനെടുത്ത് എടുത്തു തന്നപ്പോൾ എനിക്ക് ഒത്തിരി മുട്ടായി നമുക്ക് ലഭിച്ചു. ഇത് നമ്മുടെ ജീവിതവും ആത്മീയ ജീവിതവുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു കഥയാണെന്ന് വേണേൽ പറയാം. നമ്മൾ ദൈവത്തെ കൂട്ടുപിടിക്കാതെ എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും, നമ്മൾ ദൈവത്തെ കൂട്ടുപിടിക്കാതെ എന്തൊക്കെ ജീവിതത്തിൽ നമ്മൾ സ്വായത്തമാക്കാൻ ശ്രമിച്ചാലും അതൊക്കെ അതിൻ്റെ ലളിതമായ അവസ്ഥയിൽ അതതിൻ്റെ പൂർണ്ണതയിൽ ലഭിക്കുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. പക്ഷേ ദൈവത്തെ കൂട്ടുപിടിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പാദിക്കാൻ ശ്രമിച്ചാലും അതതിൻ്റെ പൂർണ്ണതയിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് ഏറ്റവും ശാശ്വതമായി തീരുമെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഇവിടെയാണ് ദൈവഭക്തി ഇല്ലാതെ പോകുന്ന ഈ സമൂഹത്തിൽ, ഭക്തി ഇല്ലാതെ പോകുന്ന ഈ സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തെ മാത്രം കൂട്ടുപിടിച്ചെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിലേക്ക്, ആ സ്വർഗീയ സിംഹാസനത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനായിട്ട് ഇടയാകത്തുള്ളൂ എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇവിടെയാണ് ദൈവം തമ്പുരാൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ, ഈ കുരുടന് കാഴ്ച നൽകുന്ന അനുഭവത്തെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, ഈ ലോകത്തിന് അനുരൂപരാകാതെ മാറി നിന്നുകൊണ്ട് ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ഈ അന്ധതയുടെ അവസ്ഥയിൽ നിന്ന് മാറി പൂർണ്ണമായിട്ട് നമുക്ക് ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് നമുക്ക് ഈ ഘട്ടമായിട്ട് മാത്രമേ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുകയുള്ളൂ. പലതരം പ്രയാസങ്ങളിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ, പലതരം പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയി മാത്രമേ, നമ്മൾ ഒരുക്കപ്പെട്ട അവസ്ഥയിലാക്കിയതിന് ശേഷം മാത്രമേ ഈ ദൈവ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. പക്ഷെ അത് ഏറ്റവും ശാശ്വതമായിരിക്കുമെന്നുള്ള കാര്യം ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. മൂന്നാമതായിട്ട് ഇതിലൂടെയൊക്കെ തരണം ചെയ്തെങ്കിൽ മാത്രമേ സ്പഷ്ടമായ ഒരു കാഴ്ച നമുക്ക് ലഭിക്കുകയുള്ളൂ. അപൂർണമായ അവസ്ഥയിലല്ല, പൂർണ്ണമായ അവസ്ഥയിലുള്ളൊരു കാഴ്ച ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഘട്ടമായ കാര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോയെങ്കിൽ മാത്രമേ പൂർണ്ണമായ ഒരു കാഴ്ച നമുക്ക് ലഭിക്കുകയുള്ളൂ. അവസാനം ഇങ്ങനെയാണല്ലോ പറയുന്നത്, നീ ഒരിക്കലും വീണ്ടും ഈ ഗ്രാമത്തിലേക്ക് കടന്നു പോകരുത്, നീ നിൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകണമെന്നാണ് യേശു തമ്പുരാൻ ഈ കുരുടന് നൽകുന്ന ഒരു മറുപടി. നീ ഈ ഗ്രാമത്തിലേക്ക് വീണ്ടും കടന്നു പോകരുത്. ഈ ഗ്രാമം എന്ന് പറയുന്നത് പാപത്തെ സൂചിപ്പിക്കുന്നതാണ്. വീണ്ടും നിൻ്റെ പാപമയമായ ജീവിതത്തിലേക്ക് നീ ഒരിക്കലും കടന്നു പോകരുത്. നീ നിൻ്റെ ഭവനത്തിലേക്ക് പോവുക. ഈ ഭവനം സൂചിപ്പിക്കുന്നത് എന്താണ്? സ്വർഗം.
ഈ ഭവനം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സ്വർഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ പാപമയമായ ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് നീ സ്വർഗത്തിലേക്ക് മാത്രമേ യാത്ര ചെയ്യുക. സ്പഷ്ടമായ കാഴ്ച നൽകിയതിനു ശേഷം യേശുദമ്പുരാൻ ഇങ്ങനെയാണല്ലോ പറയുന്നത്, നീ നിന്റെ ഭവനത്തിലേക്ക് പോകണം. എവിടേക്ക് പോകണം? സ്വർഗത്തിലേക്ക് പോകണം. ഈ സ്പഷ്ടമായ കാഴ്ച ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപൂർണമായ അവസ്ഥയിലല്ല, പൂർണ്ണമായി ദൈവത്തെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാഴ്ച പ്രാപിച്ചുകൊണ്ട്, സ്പഷ്ടമായ കാഴ്ച ലഭിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പിന്നീട് ഈ സ്പഷ്ടമായ കാഴ്ച ലഭിച്ചതിന് ശേഷം ഈ വഴിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും തരണം ചെയ്യാനുള്ള ശക്തി ആർജിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത് എന്നുള്ള കാര്യം ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. ഈ ശക്തിയെ ആർജിച്ചുകൊണ്ട് ഇനി വരുവാനിരിക്കുന്ന പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ തരണം ചെയ്തുകൊണ്ട് എനിക്ക് ഈ കാഴ്ചയ്ക്കും ഈ ശക്തി ദൈവം തമ്പുരാൻ തരുമെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ഈ ആർജിക്കുന്ന കാഴ്ച, ഈ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ആർജിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം ദൈവത്തിൽ മാത്രം സമർപ്പിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് ആർക്ക് സാധിക്കണം? നമുക്കെല്ലാവർക്കും സാധിക്കണം. പാപമയമായ ജീവിതത്തിൽ അന്ധകാരത്തിൻ്റെ അവസ്ഥയിൽ നിന്നിരുന്ന മനുഷ്യനെ ഘട്ടം ഘട്ടമായിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയതുപോലെ നമ്മെ ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ ഈ ജീവിതത്തിൽ പല അനുഭവങ്ങൾ കൂടെ കടന്നു വിട്ടതിന് ശേഷം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. പക്ഷെ അതിനായിട്ട് നാം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം. ദൈവത്തിന് വേണ്ടി മാത്രം സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ആസക്തികൾക്കൊക്കെ അടിമപ്പെട്ടു പോകുമ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് ജീവിത മൂല്യങ്ങളെയും നമ്മുടെ ജീവിത പങ്കാളികളെയും ജീവിത അനുഭവങ്ങളെയൊക്കെ പലതിനു വേണ്ടിയിട്ട് കാഴ്ചവെക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രയാസങ്ങളുണ്ടായാലും നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെ വേദനിപ്പിക്കാതിരിക്കാൻ നമ്മൾ സ്പഷ്ടമായിട്ട് നമ്മൾ ആഗ്രഹിക്കും. എന്തൊക്കെ പ്രയാസങ്ങളുണ്ടായാലും നമ്മുടെ ജീവിത പങ്കാളിയെ അത് അറിയിക്കാതെ അതെങ്ങനെയെല്ലാം കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇന്ന് കൂടുതൽ. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത്? ആസക്തികൾക്ക് അടിമപ്പെട്ടുകൊണ്ട് സ്വന്തം ജീവിത പങ്കാളികളെ വരെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ നടുവിലാണ് ആര് ജീവിക്കുന്നത്? നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ആ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് ദൈവത്തെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിൽ നിന്നൊക്കെ മാറുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടതാണ്, ബിഷപ്പ് മാരി ഇമ്മാനുവലിനെ ഒരു മനുഷ്യൻ വന്ന് കുത്തുന്ന ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടത് അതിനുശേഷം അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഈ മനുഷ്യനോട് ഞാൻ ക്ഷമിക്കുന്നു എന്നുള്ള കാര്യം പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങളെല്ലാവരും കേട്ടതാണ്. അത്രമാത്രം ഉപദ്രവിച്ചിട്ടും ആ മനുഷ്യനെ ശപിക്കുവാനോ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കുവാനായിട്ടോ ഈ ബിഷപ്പിന് സാധിച്ചില്ല എന്നുള്ളത്. അതെന്തുകൊണ്ടാണ്? ആ മനുഷ്യന് സ്പഷ്ടമായ കാഴ്ച ലഭിച്ചത് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളെയും മറക്കുവാനായിട്ടും പൊറുക്കുവാനായിട്ടും സാധിച്ചിട്ടുള്ളത്. അറ്റുപോകാത്ത ഓർമ്മകളെന്ന പുസ്തകത്തിൽ TJ ജോസഫ് സാറും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. തന്നെ ആക്രമിച്ചവരെ, തൻ്റെ കൈകൾ വെട്ടിയെടുത്ത മനുഷ്യരോട് ക്ഷമിക്കുവാനായിട്ട് തയ്യാറായ ആ ലേഖകനെ പ്രത്യേകമായിട്ട് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് സ്വായത്തകമായ അനുഭവങ്ങൾ വഹിച്ചുകൊണ്ട് നമ്മുടെ പ്രതികൂലങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെയും കടന്നുകൊണ്ട് ജീവിക്കുവാനായിട്ട് അപൂർണമല്ലാത്ത പൂർണ്ണമായ സ്പഷ്ടമായ കാഴ്ച ലഭിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കണം. വിശുദ്ധ മർക്കോസ് സുവിശേഷം രേഖപ്പെടുത്തുന്നത് പോലെ വളരെ ചെറിയ വാക്കുകളിൽ നമ്മുടെ ജീവിതത്തെ ഉത്ബോധിപ്പിക്കുന്ന തരത്തിലുള്ള നല്ല കാഴ്ചകൾ നൽകുന്ന അനുഭവങ്ങൾ നൽകുന്ന ഈ അനുഭവം വിസ്തരിക്കുന്ന 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവത്തിൽ പൂർണ്ണതയോടുകൂടെ ആശ്രയിക്കാനായിട്ട് ഇവിടെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ പൂർണ്ണമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് ആ സ്പഷ്ടമായ കാഴ്ച ആർജിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നടന്നു നീങ്ങുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കണം. സ്വർഗം മാത്രമായിരിക്കും നമ്മുടെ ആശ്വാസ കേന്ദ്രം. ദൈവം തമ്പുരാൻ വസിക്കുന്ന സ്ഥലമായ സ്വർഗത്തിലേക്ക് മാത്രമായിരിക്കും നമ്മുടെ യാത്ര. ദൈവം മാത്രമായിരിക്കണം നമ്മുടെ സമ്പാദ്യം എന്ന് ഓർപ്പിക്കുവാനായിട്ട് വീണ്ടും ഈ വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തണം. നമ്മുടെ വചനത്തെ നല്ല നിലത്തിൽ വീണ ആ ഫലം ഉൽപ്പാദിപ്പിക്കുന്ന നല്ല നിലം പോലെ നമ്മുടെ ജീവിത പരിസരങ്ങളെ മാറ്റിമറിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നല്ല അനുഭവങ്ങൾ നൽകുന്ന, നല്ല കാഴ്ചകൾ നൽകുന്ന വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് സാധിക്കണം. അത്തരത്തിൽ ഈ അധ്യായവും ഈ വചന ശുശ്രൂഷയും എല്ലാം നമ്മുടെ ജീവിതത്തെ നല്ല അനുഭവങ്ങളാക്കി മാറ്റിക്കൊണ്ട് നല്ല നിലത്തിൽ വീണ ആ വിത്തിനെ പോലെ നല്ല ഫലങ്ങൾ കായ്ക്കുവാൻ തക്കമുള്ള അനുഭവങ്ങളാക്കി മാറ്റിയെടുത്തതുപോലെ നമ്മുടെ വചനവും വചന ശുശ്രൂഷയും എല്ലാം നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്നുള്ള കാര്യം സ്നേഹത്തോടുകൂടെ ഓർപ്പിക്കുകയാണ്. ഇന്ന് പ്രത്യേകമായിട്ട് ഈ അവസരം തന്ന പരിമല സെമിനാരി മാനേജരായിരിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട KV പോൾ റംബാച്ചനോടും ഈ വചന ശുശ്രൂഷയെ പ്രത്യേകമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ദൈവത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്പഷ്ടമായ കാഴ്ച പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നടക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും മുഖാന്തരമാക്കി തീർക്കുമാറാകട്ടെ.